ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ആൾ ഗായ്സ്. അപ്പം നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്? അപ്പം ഞാനിപ്പോൾ ഓൾറെഡി നമ്മുടെ ബസ് സ്റ്റോപ്പിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇന്ന് 24th മെയ്യിലാണ്, രാവിലെയാണ് കേട്ടോ ടൈം. അപ്പം നമ്മുടെ മമ്മ അവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ നോക്കുന്നുണ്ട്. അപ്പം ഞാനും മമ്മയും മാത്രമല്ല, നമ്മുടെ പങ്കനും കുഞ്ഞാറ്റയും നമ്മുടെ അമ്മച്ചിയും നമ്മളെല്ലാവരും കൂടി ഒരു ഫാമിലി ട്രിപ്പാണ് ഗൈസ് പോകുന്നത്. അപ്പം നമ്മൾ പോകാൻ പോകുന്നത് 1 ഡേ ട്രിപ്പാണ് കേട്ടോ. നമുക്ക് പക്ഷെ അത് 3 ഡേ ട്രിപ്പാണ് ഗൈസ്. അപ്പം നമ്മൾ എല്ലാവരും റെഡിയായി നമ്മുടെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പോകാൻ പോകുന്ന പ്ലേസസ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല മഴയുണ്ട്. ഈ പ്രാവശ്യം നമ്മുടെ കാലവർഷം നേരത്തെ ആണല്ലോ. അപ്പം നമ്മൾ കാലെടുത്ത് വെച്ചതും പെരും മഴയാണ് ഗൈസ്. അപ്പം ഓം ശ്രീ തീർത്ഥാടന സംഘം നടുവട്ടം ഒരുക്കുന്ന വെക്കേഷൻ ടൂർ പാക്കേജ് ടീമിൻ്റെ കൂടെയാണ് നമ്മൾ നമ്മുടെ വെക്കേഷൻ ട്രിപ്പ് 1 ഡേ ട്രിപ്പിന് പോകുന്നത്. അപ്പം നമ്മൾ 1 ഡേ കൊണ്ട് കവർ ചെയ്യാൻ പോകുന്നത് 3 പ്ലേസസ് ആണ് കേട്ടോ. അപ്പം നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടെയെന്ന് ചോദിച്ചാൽ കോയമ്പത്തൂരാണ് ഗൈസ്. അപ്പം നമ്മുടെ തമിഴ്നാടുമാണ് കേട്ടോ. അപ്പം അറ്റ് ലാസ്റ്റ് നമ്മളിപ്പം നമ്മുടെ KSRTC ഡിപ്പോ ബത്തേരിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ കോഴിക്കോട് ബസ്സിലാണ് കയറിയിരിക്കുന്നത്. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ചെറിയ ബ്ലോക്കൊക്കെ കണ്ടു. മാത്രമല്ല നല്ല മഴയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും കുഞ്ഞാറ്റും ഒരു സീറ്റിൽ, നമ്മുടെ മമ്മയും പൈങ്കിളിയും ഒക്കെ വേറെ വേറെ സീറ്റിലാണ് കേട്ടോ. പങ്കൻ നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ള സീറ്റിലാണ്. നമ്മുടെ അമ്മച്ചിയും അമ്മയാണ് ഇപ്പുറത്തെ സീറ്റിലുള്ളത് ഗായ്സ്. അപ്പം നമ്മുടെ അമ്മച്ചീൻ്റെയും അമ്മേൻ്റെ അടുത്ത് ഒരു മദർ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് കമ്പനി ആയിട്ട് നമ്മുടെ മദർ ഉണ്ട് കേട്ടോ ഗായ്സ്. അപ്പം എൻ്റെ മുടിയൊക്കെ എന്താ ഇങ്ങനെ കൊളായെന്നല്ലേ നിങ്ങൾ ഓർക്കുന്നേ. അപ്പം നമ്മുടെ വണ്ടി എടുത്ത് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്ന സമയത്താണ് നമ്മൾ നമ്മുടെ KSRTC സ്റ്റാൻഡിൽ ഒരു 15 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ നമ്മുടെ കുഞ്ഞാറ്റീൻ്റെ ബാഗ് എടുക്കാൻ മറന്നു പോയി ഗൈസ്. നമ്മൾ ബസ്സിലിരുന്ന് എന്തോ വീഡിയോ കാണുമ്പോഴാണ് നമ്മുടെ കുഞ്ഞാറ്റി പറഞ്ഞത് ബാഗ് എടുക്കാൻ മറന്നു എന്ന്. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഇറങ്ങി ഓടിയത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെ നമ്മൾ ഭാഗ്യത്തിന് ഓടിപ്പോയി നമ്മുടെ ബാഗ് എടുത്ത് തിരിച്ചുകൊണ്ട് ബസ്സിൽ വന്നിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. അപ്പം ദൈവത്തിനോടാണ് ആദ്യം നന്ദി പറയുന്നത്. നമ്മുടെ മദർ വരെ നമുക്ക് വേണ്ടി ആ ഒരു കാര്യത്തിന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യം നമ്മൾ എത്തുന്നോടം വരെ ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. ബ്ലോക്കിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്തായിരുന്നു നമ്മൾ ബാഗിൻ്റെ കാര്യം നമ്മുടെ കുഞ്ഞാറ്റി ഓർത്തത്. അപ്പോൾ ലേഡീസ് ഒള്ളിയിലായിരുന്നു നമ്മൾ ഇരുന്നത്. അപ്പം ജസ്റ്റ് നമ്മൾ വാഷ്റൂമിൽ പോയിട്ട് വന്ന സമയത്താണ് നേരെ ബസ്സിലേക്ക് വന്നു. എൻ്റെയും പങ്കൻ്റെ ബാഗ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞാറ്റി നമ്മൾ അവിടെ ഇരുന്ന സമയത്ത് ബാഗ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മൾ ആ ബാഗ് എടുക്കാൻ മറന്നു പോയത്. അതെങ്ങാനും എടുത്തില്ലായിരുന്നെങ്കിൽ മൊത്തത്തിൽ കൊളായേനേയും. ഭാഗ്യത്തിന് നമ്മൾ ഓടിപ്പോയി എടുത്തു ഗായ്സ്. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റോഡിനൊക്കെ ഭയങ്കര നീളം കൂടി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെയൊക്കെ ഓടുന്നത്. അങ്ങനെ നമ്മളിതാ നമ്മുടെ ചുരം ഇപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്തത് കൊണ്ട് തന്നെ നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. എങ്കിലും നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഡ്രൈവർ കുറച്ച് സീനായിരുന്നു. നമ്മളെ 5 മിനിറ്റ്സ് പോലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളോട് കുറേ ചൂടായിട്ടൊക്കെ ഉണ്ടായിരുന്നു ബാഗ് എടുക്കാൻ പറഞ്ഞ സമയത്ത്. അപ്പോൾ ദയവായിട്ട് അവിടെ ബ്ലോക്ക് തന്നതുകൊണ്ട് തന്നെ നമുക്ക് പോയി എടുത്തുകൊണ്ട് വരാൻ പറ്റി. അങ്ങനെ ഒരു 5-6 മണിക്കൂർ ബ്ലോക്കിലെല്ലാം കിടന്ന് ഒരു 6:30 ആയപ്പോൾ നമ്മൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ തൃശ്ശൂർ ബസ് നോക്കി ഗൈസ്. എന്താണ് സംഭവിച്ചത്? അറ്റ് ലാസ്റ്റ് ഗൈസ് 3 മണിക്കൂറിന് ശേഷം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം മലപ്പുറത്തു നിന്നാണ് നമ്മുടെ ടൂറെല്ലാം പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ഹോമിലാണ് വന്നിട്ടുള്ളത്. ഇവിടെയാണ് നമ്മുടെ സ്റ്റേ ഇന്ന് വന്നിട്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരെ എന്താണ് നമ്മുടെ ബസ്സിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ തലമുടിയെല്ലാം തോർത്തി ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് എന്ത് ചെയ്യാം, കുളിക്കാനും കുറേ പരിപാടീസ് എല്ലാം ഉണ്ട് ഗായ്സ്. അപ്പോൾ ലാസ്റ്റ് വന്ന ഒരു 8 മണിയൊക്കെ ആയപ്പോൾ വന്ന തൃശ്ശൂർ ബസ്സിനാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. തൃശ്ശൂർ വന്നിട്ട് നമ്മൾ കുറ്റിപ്പുറമായിരുന്നു നമ്മളോട് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറ്റിപ്പുറം വന്നിട്ട് നമ്മുടെ ഈ വീട്ടിൽ ഒരു അങ്കിളിൻ്റെ വീട്ടിലായിരുന്നു നമുക്ക് സ്റ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് ബിരിയാണിയും അതുപോലെ നമ്മുടെ ചില്ലി ചിക്കനും ഒക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ നോൺ വെജിലാണ് ഗൈസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നല്ല വിശപ്പുണ്ട്. നമ്മളപ്പോൾ വേഗം ഫുഡെല്ലാം കഴിക്കട്ടെ കേട്ടോ. മാത്രമല്ല ഒരുപാട് നേരം നമ്മൾ ബസ്സിൽ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുറ്റിപ്പുറം എത്താൻ ഒരു 3-4 മണിക്കൂർ എടുത്തു. ബ്ലോക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു മഴ പെയ്തു ഗൈസ്. ആ മഴയത്ത് മുഴുവനും നമ്മൾ നനഞ്ഞു എന്ന് പറഞ്ഞാൽ മുഴുവനും നനഞ്ഞു. ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു കേട്ടോ ഇന്ന്. പിന്നെ ഒടുക്കത്തെ ബ്ലോക്കും
ബാഗ് എടുക്കാൻ മറക്കലും എല്ലാം കൂടി ആയപ്പോൾ ശുഭമായി ഗൈസ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അമ്മച്ചിയും അമ്മയും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്, കുഞ്ഞാറ്റും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്, ഞാനും ഇവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എൻ്റെ കൂട്ടിന് സ്പൈഡർമാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും സ്പൈഡർമാനും കൂടിയാണ് ഇന്ന് നമ്മുടെ ബിരിയാണി എല്ലാം ഷെയർ ചെയ്ത് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് നമ്മളെ ടൈമിനെത്തി. ഇപ്പം നമ്മുടെ സമയം എന്ന് പറഞ്ഞാൽ രാത്രി 12 മണിയാണ് കേട്ടോ. അപ്പോൾ 12:30ക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പം ഞാൻ വേഗം എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാ, ഒരുങ്ങി ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.